ദൈവ തിരുനാമത്തിന് മഹത്വം വരുമാറാകട്ടെ. അഭിവന്ദ്യ തിരുമേനി, ബഹുമാനപ്പെട്ട വികാരി ജനറൽ അച്ഛൻ, വന്ധ്യ വൈദികരെ, വിശ്വാസ സമൂഹമേ, എല്ലാവർക്കും കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്ധ്യാ വന്ദനം അറിയിക്കുന്നു. ഡൽഹി ഭദ്രാസനത്തിൻ്റെ ഈ വർഷത്തെ കൺവെൻഷൻ്റെ പ്രഥമ രാത്രി യോഗത്തിൽ കർത്താവിൻ്റെ വചനം കൊണ്ട് നിങ്ങളെ ശുശ്രൂഷിപ്പാൻ എനിക്ക് ഇടയായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ കർത്താവിനെ ദൈവവചനത്തിലൂടെ ഉയർത്തുവാൻ എന്നെ യോഗ്യനാക്കിയ എൻ്റെ ദൈവത്തിന് എല്ലാ മഹത്വവും ഞാൻ പ്രാരംഭമായിട്ട് അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട സക്രിയാസ് മാർ അപ്രയം തിരുമേനി ഈ കൺവെൻഷനിൽ എന്നെ വിളിക്കുവാൻ പ്രത്യേകം താല്പര്യം കാണിച്ചു. എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്. ഞാനിവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയാണ്, അഭിവന്ദ്യ തിരുമേനി മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് വരുന്നതിന് മുമ്പ് ഒടുവിൽ തിരുമേനി നടത്തിയ കൺവെൻഷനിൽ ന്യൂയോർക്ക് സെൻറ് തോമസ് ഇടവകയിൽ തിരുമേനിയുടെ കൂടെ പോയി താമസിച്ച് ആ പാഴ്സനേജിൽ ഒരുമിച്ച് പാർത്ത് 5 ദിവസം ആ ഇടവകയുടെ കൺവെൻഷന് ഞാൻ നേതൃത്വം കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം അരമനയിൽ വന്ന് തിരുമേനിയുടെ കൂടെ താമസിച്ച് ഈ കൺവെൻഷനിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതൊരു എൻ്റെ ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായി ഞാൻ കാണുകയാണ്. എന്നോടുള്ള പ്രത്യേക സ്നേഹത്തിനും വാത്സല്യത്തിനും കരുതലിനും എല്ലാ ആദരവുകൾക്കും പ്രത്യേകിച്ച് ഒരു സുവിശേഷ നിലയിൽ എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് നൽകുന്ന കൈത്താങ്ങൾക്കും വളരെ വിനയത്തോടെ ഭക്തി ആദരപൂർവ്വം എല്ലാ വിധത്തിനുമുള്ള സ്നേഹവും നന്ദിയും അഭ്യന്ത്യ തിരുമേനിയോട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട വികാരി അച്ഛൻ ഡാനിയൽ തോമസ് അച്ഛൻ, ഞാൻ ഏകദേശം 10-30 വർഷമായി ശുശ്രൂഷയിലായിട്ട് എൻ്റെ ആരംഭ കാലഘട്ടം മുതൽ ഒരു മകനെ പോലെ എന്നെ ചേർത്ത് നിർത്തി എന്നെ വളരെ പ്രോത്സാഹിപ്പിച്ച ഒരച്ഛനാണ് ഡാനിയൽ തോമസ് അച്ഛൻ. കാരണം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ എന്നെ അറിയാവുന്നത്, A to Z അറിയാവുന്നത് അച്ഛനാണ്. അച്ഛൻ എൻ്റെ നാട്ടുകാരനാണ്. അതുകൊണ്ട് എൻ്റെ ആരംഭ കാലഘട്ടം മുതൽ ഇന്ന് ഞാനിവിടെ എത്തി നിൽക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഒരുപാട് ചേർത്ത് പിടിച്ചു. പ്രിയപ്പെട്ട അച്ഛൻ ഈ ശുശ്രൂഷയ്ക്ക് ഞാൻ വരുവാൻ ആവശ്യമായ നേതൃത്വവും പ്രോത്സാഹനവും നൽകി. പ്രിയപ്പെട്ട വികാരി ജനറൽ ഡാനിയൽ തോമസ് അച്ഛനോട് എനിക്കുള്ള പ്രത്യേക സ്നേഹം, നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ഭദ്രാസന സെക്രട്ടറി കായംകുളം ഇടവകയിൽ നിന്നാണ് ഡൽഹിയിലേക്ക് വന്നത്. ഞങ്ങളുടെ സെൻട്രൽ വളരെ സുദീർഘമായ ശുശ്രൂഷ നിർവഹിച്ച സാമബ്രാഹച്ചൻ. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇതൊരു നിയോഗമാണ്. പ്രിയപ്പെട്ട സാമച്ചനുമായിട്ടുള്ള നല്ല ഒരു ബന്ധം, അന്ന് തുടങ്ങിയ ബന്ധം ഇന്ന് വരെ നിലനിർത്താനിടയായി. പ്രിയപ്പെട്ട ഭദ്രാസന സെക്രട്ടറി സാമബ്രാഹച്ചനുള്ള നന്ദി അറിയിക്കുന്നു. ഭദ്രാസനത്തിൻ്റെ ട്രഷറർ പ്രിയപ്പെട്ട AJ ഫിലിപ്പങ്കിൾ ഈ രാത്രിയിൽ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. എനിക്കുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. കൺവെൻഷൻ്റെ കൺവീനർ പ്രിയപ്പെട്ട ലിജു ജോണച്ചൻ എന്നെ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ഓർപ്പിക്കുകയും ചെയ്തു. പ്രത്യേകം നന്ദി. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട KP ജോൺസ് റിച്ച് മുതൽ ഇങ്ങോട്ട് എല്ലാ അച്ഛന്മാരും പ്രത്യേകം ഓർക്കുന്നു. എൻ്റെ സെൻട്രലിലെ പ്രിയപ്പെട്ട ഷിജു അച്ഛന്, ജോൺസൺ ബി അച്ഛന്, ഇവരെല്ലാം എന്നെ വളരെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. എല്ലാം പേരെടുത്ത് പറഞ്ഞാൽ സമയം പോകുമല്ലോ. എല്ലാ അച്ഛന്മാരോടും, ഏറ്റവും ബഹുമാന്യരായ എല്ലാ അച്ഛന്മാരോടും വളരെ വിനയത്തോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചുമ്മമാർ, വിശ്വാസ സമൂഹം, ഗായക സംഘം, എല്ലാവർക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവവചനം ധ്യാനിക്കാൻ, പഠിക്കാനായി പോകുകയാണ്. എന്താണ് ഒരു കൺവെൻഷൻ? എന്താണ് ഒരു സുവിശേഷ പ്രസംഗം? എന്തെങ്കിലും കുറെ ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു പ്രസ്താവനയല്ല ഒരു സുവിശേഷ പ്രസംഗം. നമ്മുടെ ഈ വർഷത്തെ അല്ലെങ്കിൽ ഇന്നത്തെ പ്രോഗ്രാം ഭംഗിയാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പ്രോഗ്രാമല്ല ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത്. ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത്
നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനും ജീവിതത്തെ സൗഖ്യമാക്കുന്നതിനുമുള്ള ഒരു ചാലക ശക്തിയാണ് ദൈവവചനം എന്നുള്ളത് നാം മറന്നു പോകരുത്. ഞാൻ പറയും, ഈ ദൈവവചനം കേൾക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ എത്ര വലിയ ഭാഗ്യമാണ്. കാരണം എൻ്റെ കർത്താവ് വലുതായിട്ടൊന്നും എഴുതിയിട്ടില്ല. ആകെ യേശു എഴുതിയത് വിശുദ്ധ വേദപുസ്തകം നമ്മൾ പരിശോധിച്ചാൽ വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട സ്ത്രീയുടെ മുൻപിൽ കുനിഞ്ഞിരുന്ന് എന്തോ ചില വാക്കുകൾ മാത്രമേ യേശു എഴുതിയിട്ടുള്ളൂ. അല്പം എഴുതിയവനെ കുറിച്ച് ആയിരങ്ങൾ എഴുതി എന്നുള്ളതല്ലേ സുവിശേഷത്തിൻ്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. യേശു ഒരുപാട് പാടിയിട്ടില്ല. തിരുവചനത്ത് പരിശോധിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ഒലിവുമലയിലേക്ക് സ്തോത്രം പാടി പോയി എന്ന് എഴുതിയിട്ടുള്ളൂ. ഏതായാലും ഇന്ന് ഗായക സംഘം പാടി അത്രയും പാട്ട് അത്രയും സമയമൊന്നും യേശു പാടിയിട്ടില്ല. അപ്പോൾ അല്പം പാടിയവനെ പതിനായിരങ്ങൾ ഇന്നും പാടുകയല്ലേ. പ്രൈസ് ദി ലോർഡ്. യേശു ഒരുപാട് സ്ഥലത്തൊന്നും പ്രസംഗിച്ചില്ല. എന്നാൽ ഇന്ന് ഭൂലോകത്തിൻ്റെ 5 വൻകരയിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത് അല്പം പ്രസംഗിച്ചവനെയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. അതുകൊണ്ടാണ് ഈ ദൈവവചന കേൾവി നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരുമിച്ചുള്ള കൂടിവരവും ദൈവവചന പഠനവും ധ്യാനവും നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെപ്പോലൊരു സാധാരണക്കാരനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയാണ് എൻ്റെ ശുശ്രൂഷയുടെ ബലം എന്നും ഓർപ്പിക്കട്ടെ. ഒരുമിച്ചുള്ള ദൈവവചന ധ്യാനത്തിനായി പാഠഭാഗമായി വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 5 വേഴ്സ് 19. ആരെങ്കിലും ഒരാള് ഒന്ന് വായിക്കണം. മതി. പുരുഷാരം ഹേതുവായി അവനെ അകത്ത് കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട്. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും അയവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനവേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, മനോഹരമായ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട കർത്താവേ, ഞങ്ങൾ ഈ മനോഹരമായ ആലയത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളോട് വചനം പറയാൻ അങ്ങയ്ക്ക് പ്രസാദം തോന്നണം എന്ന് ഞങ്ങൾ വിനയത്തോട് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ മേൽ പകർന്ന ഒരാത്മ പകർച്ച ഇന്ന് രാത്രി സ്വർഗം ഞങ്ങളുടെ മേൽ അയക്കണമേ. ഞങ്ങളതിൻ്റെ വചനത്താൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട കർത്താവെ, ഭാരമുള്ളവരും വേദനയുള്ളവരും ആവശ്യങ്ങളുള്ളവരും ഒക്കെയാണ്. എന്നാൽ ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വിങ്ങലുകൾ അറിയുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട് സ്തോത്രം. ആ കർത്താവിൽ ആശ്രയിച്ച് ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിലെ 3 സുവിശേഷങ്ങളിൽ ഒരുപോലെ എഴുതപ്പെട്ട ഒരു സംഭവമാണ് കവർന്ന ഭൂമിയിലെ പക്ഷവാതക്കാരന്റെ സൗഖ്യം. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ നാളുകളിൽ നടന്ന ഒരു വലിയ അത്ഭുതമാണ്. ഇത് 3 സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യത്തിലും,
മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യത്തിലും, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 18 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലും രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ് കവർന്നഭൂമിലെ ഈ സൗഖ്യം. എന്നാൽ 3 സുവിശേഷങ്ങളിൽ ഒരുപോലെ എഴുതിയിട്ടുണ്ടെങ്കിലും 2 സുവിശേഷങ്ങളിലും എഴുതാത്ത ഒരു വാക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. അതാണ് നമ്മൾ വായിച്ചു കേട്ട വാക്യം. ഈ വാക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിട്ടില്ല. ഈ വാക്ക് മർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടില്ല. പക്ഷെ ലൂക്കോസ് അപ്പോസ്തലൻ സുവിശേഷകൻ അത് എഴുതുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവന് അകത്തു കൊണ്ട് ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ ഇന്ന് രാത്രിയിലെ എൻ്റെ പ്രസംഗം വഴി കാണാഞ്ഞെടുത്ത് തുറക്കപ്പെടുന്ന വഴി എന്നുള്ളതാണ് പ്രസംഗ വിഷയം. അതിനു മുമ്പ് നാം ഈ ദൈവവചനം ഈ സമൂഹത്തോട് ചേർത്ത് വെക്കണം. എന്താണ് അവിടെ വഴി ഇല്ലാതെ പോയത്? അവിടെ വഴിയുണ്ട്. നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം, യേശുവിന്റെ മുമ്പിൽ ആ രോഗിയെ കട്ടിലോടെ ഇറക്കി വെച്ചെന്ന. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ മുൻപിൽ സ്ഥലമുണ്ട്. കവർന്നഭൂമിയിലേക്ക് വഴിയുണ്ട്. ആ വീട്ടിലേക്ക് വഴിയുണ്ട്. ആ വീട്ടിനകത്തേക്ക് കയറാനും വഴിയുണ്ട്. യേശുവിന്റെ മുൻപിലും സ്ഥലമുണ്ട്. കട്ടിലോടെ ഇറക്കി വെച്ചെന്നാ. ചിലര് ഒക്കെ അത് വ്യാഖ്യാനിച്ച് വരുമ്പോൾ, പ്രസംഗിച്ച് ആവേശം കൂടുമ്പോൾ ചിലർ അത് നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സാധാ കട്ടിലോടെ പൊക്കിക്കൊണ്ട് വന്ന് 4 കാലുള്ള കട്ടിൽ ഇറക്കി വെച്ചെന്നൊക്കെ പറയാറുണ്ട്. അതങ്ങനെയല്ല. ഇംഗ്ലീഷ് ബൈബിളിൽ മാറ്റെന്നാണ് എഴുതിയിരിക്കുന്നത്. കട്ടിലെന്ന് പറഞ്ഞാൽ കോട്ടെന്ന് പറയണം. അപ്പോൾ മാറ്റെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, കട്ടിലൊന്നും തടിയോടെ എടുത്തോണ്ട് വന്നില്ല. ഈ മനുഷ്യൻ കിടന്ന് ആ വസ്ത്രം, തുണി അല്ലെങ്കിൽ പുതപ്പ് അതെല്ലാം കൂടെ ചുരുട്ടി കെട്ടി പൊക്കി എടുത്തോണ്ട് വന്നെന്നേ ഉള്ളൂ. ഏതായാലും അത് ഇറക്കി വെക്കാനുള്ള സ്ഥലം യേശുവിന്റെ മുമ്പിലുണ്ട്. എന്നാൽ ഓർക്കുക, 4 പേർ ആ വീട്ടിലെ ഉള്ളിലേക്ക് കയറാൻ വഴി കാണാതെ നിൽക്കുകയാണ്. കവർന്നഭൂമിയിലേക്ക് വഴിയുണ്ട്. ആ വീട്ടിലേക്ക് വഴിയുണ്ട്. യേശുവിന്റെ മുമ്പിൽ സ്ഥലമുണ്ട്. അങ്ങനാണെങ്കിൽ 2025 ഈ കൺവെൻഷന്റെ ആരംഭ രാത്രി ഞാൻ പറയാം, വഴി ഇല്ലാഞ്ഞിട്ടല്ല പലരും ഇന്ന് യേശുവിന്റെ മുമ്പിൽ വരാത്തത്, വഴി അടച്ചവരുടെ എണ്ണം കൂടിപ്പോയത് കൊണ്ടാണ്. ശരിയല്ലേ? ആത്മീയ ജീവിതത്തിൽ നാം ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് യേശുവിനെ അറിയാം, അയൽവാസിയെ അറിയില്ല. ആരാധന അറിയാം, ആവശ്യക്കാരനെ അറിയില്ല. പ്രാർത്ഥിക്കാൻ അറിയാം, സഹായിപ്പാൻ അറിയില്ല. ഈ വീടിന്റെ ഒരു ചിത്രം അതാണ് നമുക്ക് തരുന്നത്. കവർന്നഭൂമിയിലേക്ക് സ്ഥലമുണ്ട്, വീടിന്റെ ഉള്ളിലേക്ക് സ്ഥലമുണ്ട്. എന്തുകൊണ്ട് ഈ മനുഷ്യന് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അവിടെ നിൽക്കുന്ന ആളുകളാണ് അതിന് കാരണക്കാരൻ. ഇത് ഈ സമൂഹത്തിന്റെ ചിത്രമാണ്. യേശുവിനെ ഇന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ അയൽവക്കത്തെ ആവശ്യക്കാരനെ അറിയില്ല. ആരാധിക്കാൻ അറിയാം, ആവശ്യക്കാരന്റെ വേദന അറിയില്ല. പ്രാർത്ഥിക്കാൻ അറിയാം, സഹായിക്കാൻ നമ്മൾ എന്താ പറയും? പ്രാർത്ഥിച്ചോളാമേ, അല്ലേ? അങ്ങനല്ലേ പറയുന്നേ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, നമ്മുടെ ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്ന് ഞെരുങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ, കേട്ടോ, ഒന്ന് ഒതുങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ ഈ മനുഷ്യൻ ആ വഴിയിലൂടെ അകത്ത് വന്നേനെ. ഇന്ന് പള്ളിക്കകത്തും യോഗത്തിനകത്തും ഒന്ന് ഒതുങ്ങാൻ മനസ്സില്ലാത്തവരുടെ എണ്ണം കൂടുക, അല്ലേ? പണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ പ്രാർത്ഥന നടക്കും, കൂട്ടായ്മയൊക്കെ നടക്കും. കൊച്ചു വീടാ, 10 പേർക്ക് ഇരിക്കാനൊക്കെ തൊള്ളേലും എത്ര പേരെ ഇരുത്തും? മിണ്ടത്തില്ലയോ? 25-30 പേരെ ഇരുത്തും. അപ്പം നമ്മളൊന്ന് ഞെരുങ്ങിക്കൊടുക്കും, ഒന്ന് ഒതുങ്ങിക്കൊടുക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ മനുഷ്യനെയും കൊണ്ട് വന്നിട്ട് വീട് പൊളിക്കുന്ന കണ്ടിട്ട് പോലും, കേട്ടോ,
വീടിന്റെ ഓട് ഇളക്കുന്നത് കണ്ടിട്ട് പോലും ഒരാള് പോലും ഒന്നൊതുങ്ങാൻ, ഒന്ന് ഞെരുങ്ങാൻ മനസ്സ് വെച്ചില്ല. അതുകൊണ്ടാണ് സമൂഹത്തിന് ഇന്നും സൗഖ്യം വരാത്തത്. നൂറുകണക്കിന് പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? യേശുവിനെ നന്നായി നമുക്കറിയില്ലേ? എന്നിട്ടും ഒന്നൊതുങ്ങാൻ നമുക്ക് കഴിയുന്നില്ല. എന്നാൽ ഞാൻ ഇവരെ കുറിച്ച് 2-3 കാര്യം പറയട്ടെ. വഴിയേ ഉള്ളൂ ഇവരുടെ മുമ്പിൽ ഇല്ലാത്തത്, പണമേ ഉള്ളൂ ഇവരുടെ മുമ്പിൽ ഇല്ലാത്തത്, സ്വാധീനമേ ഉള്ളൂ ഇവരുടെ മുമ്പിൽ ഇല്ലാത്തത്. മറ്റുള്ളവർക്കുള്ളത് പലതും നമുക്കില്ലെങ്കിലും ഇവർക്കും നമുക്കും ഒരു വിശ്വാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പണമില്ല, വഴിയില്ല, സ്വാധീനമില്ല. ഞാൻ പറയാം, പണവും സ്വാധീനവും ഉണ്ടായിരുന്നെങ്കിൽ അവർ എവിടെ വന്നേനെയും? യേശുവിന്റെ മുമ്പിൽ വന്നേനെയും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. വഴിയേ ഇല്ലാതായിട്ടുള്ളൂ, പണമേ ഇല്ലാതായിട്ടുള്ളൂ, സ്വാധീനമേ ഇല്ലാതായിട്ടുള്ളൂ. ഇവരുടെ വിശ്വാസം ഇവരിൽ നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഓർക്കുക, ഈ രോഗിയെ യേശുവിന്റെ മുമ്പിൽ എങ്ങനെയും എത്തിക്കാൻ അവർ ശ്രമിക്കുകയാണ്. വഴി കാണാതിരിക്കുമ്പോൾ, വഴിയില്ലാതിരിക്കുമ്പോൾ യേശു തുറന്ന വഴി. അതിൻ്റെ 4 പ്രത്യേകത വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 1, കവർന്നഭൂമിയിൽ യേശു തുറന്ന വഴിയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആരും കാണാത്ത വഴിയാണ്. എല്ലാവരും കണ്ട വഴി ഫ്രണ്ടിലൂടെയുള്ള വഴിയാ. എല്ലാവരും കണ്ട വഴി വീടിന്റെ ഫ്രണ്ട് എൻട്രൻസ് ആണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ കർത്താവ് നമുക്ക് തുറക്കുന്ന വഴിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അതാരും കാണാത്ത വഴിയാണ്. ഇതുവരെ ആരും ആ വഴിയിലൂടെ കയറി പോയിട്ടില്ല. ഇതിനു മുമ്പ് ആരും കയറിയിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം പറ, എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറക്കുന്ന വഴിയുടെ പേരാണ് ആരും കാണാത്ത വഴി. പ്രൈസ് ദി ലോർഡ്. ഉറപ്പല്ലേ? ആരും കാണാത്ത വഴി ദൈവം അവരുടെ മുൻപിൽ തുറക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പക്ഷേ ഇന്ന് രാത്രിയുടെ യുവനം കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ചോ ജീവിതത്തിന്റെ ആകുല ചിന്തകളെ കുറിച്ചോ വഴി കാണാതെ ഇരിക്കുന്ന ചിലരെങ്കിലും ഉണ്ടായിരിക്കും. അവരോട് ദൈവാത്മാവ് പറയുന്നു, വഴി അടഞ്ഞെടുത്ത് യേശു തുറക്കുന്ന വഴിയുടെ ഒന്നാമത്തെ പ്രത്യേകത ആരും കാണാത്ത വഴിയാണ്. നല്ലൊരു ഉദാഹരണം ഞാനിങ്ങനെ കുറിച്ചു വെച്ചു. ദാനിയേലിനെ സിംഹക്കുഴിയിൽ വലിച്ചിട്ടു. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ട് ഇടുവാൻ ദാര്യാവേശ രാജാവ് കൽപ്പന കൊടുത്തു. 30 ദിവസം രാജാവിനോടല്ലാതെ പ്രാർത്ഥിക്കുന്നവനെ സിംഹക്കുഴിയിലിടണമെന്ന് മേദ്യരുടെയും പാർശ്വരുടെയും മാറ്റം വരാത്ത കൽപ്പന വന്നു. എന്നാൽ ദാനിയേൽ 6:14 നിങ്ങൾ ശ്രദ്ധിക്കണം, വായിക്കണ്ട, വീട്ടിൽ പോയി. ദാനിയേലിനെ സിംഹക്കുഴിയിലിടാതിരിക്കാൻ ദാര്യാവേശ രാജാവ് സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു. യെസ്, അങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ സിംഹക്കുഴിയിൽ ദാനിയേലിനെ വലിച്ചെറിയാൻ കൽപ്പന എഴുതപ്പെട്ടിരിക്കുമ്പോൾ തന്നെ ഇവനെ സിംഹക്കുഴിയിൽ ഇടാതിരിക്കാൻ ദാര്യാവേശ രാജാവ് സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്യുകയാണ്. വഴിയൊന്നും കാണുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ദാര്യാവേശ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് ഒഴിവാക്കാൻ ഒരുപാട് വഴി ഇങ്ങനെ അന്വേഷിക്കുക. ഒരു വഴിയും കാണുന്നില്ല. എന്നാൽ നമ്മൾ ഓർക്കുക, ദൈവം ആരും അറിയാത്തൊരു വഴി തുറന്നു, ആരും അറിയാത്തൊരു രീതി കൊണ്ടുവന്നു. സിംഹത്തിന്റെ വായി അടച്ചു. അതാണ് അറിയാത്ത വഴി. ദാര്യാവേശ രാജാവിന്റെ അധികാരം ഉപയോഗിച്ച് രാത്രി
രാത്രി മുഴുവൻ ശ്രമിച്ചിട്ടും സൂര്യൻ അസ്തമിക്കുന്നത് വരെ ശ്രമിച്ചിട്ടും ഒരു വഴി കാണാതിരുന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കട്ടെ, ദാര്യാവേശ് കാണാത്ത ഒരു വഴി സ്വർഗത്തിലെ ദൈവം ദാനിയേലിന് വേണ്ടി ഒരുക്കി. ഞാൻ ഇങ്ങനെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ഉന്നതന്മാർ അന്വേഷിച്ചിട്ട്, ശ്രേഷ്ഠന്മാർ അന്വേഷിച്ചിട്ട്, ലോകത്തിലെ ശക്തന്മാർ അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാനൊക്കാത്ത വഴിയാണ് ദൈവം തുറക്കുന്ന ആരും കാണാത്ത വഴി. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് പ്രത്യേകതയുണ്ട്. ഈ ആരും കാണാത്ത വഴി എന്താണ് അതിന്റെ പ്രത്യേകത? യെശയ്യാ പ്രവചനം 42 അധ്യായം ഒന്ന് എടുത്താട്ടെ. യെശയ്യാ പ്രവചനം 42 അധ്യായം അതിന്റെ 16 വാക്യം ഒന്ന് വായിച്ചേ. യെശയ്യാവ് 42:16. ഞാൻ കുരുടന്മാരെ അവർ അറിയാത്ത വഴിയിൽ നടത്തും. ഈ അറിയാത്ത വഴി കൂടെ പോന്ന ആരാ? കുരുടന്മാരാ അല്ലേ? കുരുടന്മാരാ അറിയാത്ത വഴിയിലൂടെ പോന്നേ. ആ വാക്ക് ഞാനൊന്ന് വ്യാഖ്യാനിക്കാം. ദൈവം അറിയാത്ത വഴിയിലൂടെ നടത്തും. ആരെ നടത്തും? കുരുടന്മാരെ നടത്തും. അതുകൊണ്ട് സാറേ ഞങ്ങൾ സ്വോത്രം പറയാന്നേ, ഇവിടെ ഒറ്റ കുരുടൻ ഇവിടെ ഇരിപ്പില്ല. ഞങ്ങളൊക്കെ വിളഞ്ഞ പുള്ളികളായി. എന്തൊരു കാഴ്ചയുള്ളവരാണെന്നറിയാമോ? അടുത്ത വർഷത്തെ മദ്രാസിലെ കൺവെൻഷന്റെ പ്ലാനിങ് ഇപ്പോഴേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത്ര കാഴ്ചയാണ് ഞങ്ങൾക്ക്. അത്ര കാഴ്ചയാണ് അല്ലേ? പ്രിയപ്പെട്ടവരെ, അറിയാത്ത വഴി ദൈവം തുറക്കുന്നത് ആർക്ക് വേണ്ടിയാ? കുരുടന്മാർക്ക് വേണ്ടിയാ. അപ്പോൾ ഒരു സംശയം, ഈ കുരുടന്മാരാരാ? 19 വാക്യം നോക്കി. ആരാ കുരുടൻ അവിടെ എഴുതിയിട്ടുണ്ടെന്ന് നോക്കിയേ. മതി, സ്തോത്രം. ഒന്നും നമ്മൾ കൈനിട്ട് പറയണ്ട. അവിടെ തിരുവെഴുത്ത് പറയുകയാണ്, ദൈവവചനം ഓർമ്മിപ്പിക്കുകയാണ്, അറിയാത്ത വഴി തുറക്കുന്നത് കുരുടന്മാർക്ക് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് കുരുടൻ എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ദാസന്മാർ എല്ലാവരും കുരുടന്മാരായിരിക്കണം. അതിനാണ് പൗലോസ് ഒരു വ്യാഖ്യാനം കൊടുത്തത്. കാഴ്ചയാലല്ല, അല്ലേ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം അല്ലേ? നമുക്ക് ഒരുപാട് കാഴ്ച കൂടുതലാണ്. ഞാൻ പറയും, ഈ പണ്ടൊക്കെ വിവാഹാലോചന നടക്കും. 10-25 വർഷത്തിന് മുമ്പുള്ള കാര്യം. ഒരു 20 വർഷം മുമ്പൊക്കെ ഉള്ള കല്യാണ ആലോചന കണ്ടിട്ടുള്ളവർക്കറിയാം. അന്ന് ഒരു ടാറ്റാ സുമോ വണ്ടിയല്ല ഈ വീട്ടിൽ നിന്ന് പ്രായമുള്ള കാരണവർ എല്ലാം കൂടെ എന്തിനു പോണത്? കല്യാണാലോചനയ്ക്ക് പോണത്. ആ കാരണവരായിരിക്കും ഏറ്റവും മുമ്പിൽ, സുമോയുടെ മുമ്പിലിരിക്കുന്നത്. തോളയിൽ ഒരു തോർത്തുമൊക്കെ കാണും, ഒക്കെ മടക്കിയിട്ട് പോകും. ഇവരെല്ലാവരും കയറി പെരയ്ക്കകത്തിരിക്കുമ്പോൾ ഈ കാരണവർ ആ വീട് അടിമുടി ഒന്ന് അരിച്ചു പെറുക്കും. അമ്മിക്കല്ല് തൊട്ട് അലക്കുകല്ല് വരെ ഈ അപ്പച്ചൻ അളവെടുക്കും കേട്ടോ. അമ്മിക്കല്ലിൻ്റെ അളവെടുക്കും, അരകല്ലിൻ്റെ സോപ്പോട്ടിയുടെ അളവെടുക്കും, പൊക്കത്തിൻ്റെ അളവെടുക്കും, എല്ലാത്തിൻ്റെയും അളവെടുത്തിട്ട് വന്നിട്ട് ഈ കാരണവരാ പറയുന്നത് എന്തുവാ? കുഴപ്പമില്ല, നമുക്ക് നടത്താം. ഇന്നിപ്പോൾ അങ്ങനൊന്നും ഇല്ല. ഈയിടെ അച്ഛൻ എന്നോട് പറഞ്ഞു, ചോദിക്കല്ലേ സ്ഥലം ഏതാന്ന്. എന്നോട് പറഞ്ഞു, ഞാൻ ഈ പള്ളി വന്ന് സുബി 7 കല്യാണം നടന്നു, പെട്ടെന്ന് അതിൽ 5 അടിച്ചോണ്ട് വന്നതെന്ന് പറഞ്ഞു. എന്നെ ചോദിച്ചു, ഇങ്ങനാണോ ഇവിടം എന്ന് ചോദിച്ചു കേട്ടോ. 7 കല്യാണം നടന്നു, 5 അടിച്ചോണ്ട് വന്നതാണെന്ന്. പണ്ട് അങ്ങനെയല്ല, പണ്ട് ആലോചിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ കാരണവർ ഈ കല്യാണമൊക്കെ ആലോചിച്ച് എല്ലാം നിശ്ചയിച്ച് എല്ലാം കല്യാണമൊക്കെ കഴിയും. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അതിലും ചിലതൊക്കെ അടിച്ചു പിരിയും. അപ്പോൾ ഈ അപ്പച്ചൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അപ്പച്ചൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. എന്തുവാണെന്നറിയാമോ? അന്ന് എൻ്റെ നോട്ടം അത്ര അങ്ങോട്ട് കണ്ടോ, പറ്റിയില്ല, ശരിയായില്ലെന്ന് പറയും. ഞാൻ ഈ അപ്പച്ചനെ എൻ്റെ കൈ കിട്ടിയാൽ പറയും, അപ്പച്ച ഇത് അടിച്ചു പിരിഞ്ഞതിൻ്റെ കാരണം അപ്പച്ചൻ്റെ നോട്ടമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്.
എന്താണ് ഉറപ്പ്? ഞാൻ നിങ്ങളെ അറിയാത്ത വഴിയിലൂടെ നടക്കും. കവർന്ന ഭൂമിയിൽ വീട്ടിലേക്ക് വഴിയുണ്ട്, അവിടേക്ക് വരാൻ വഴിയുണ്ട്, യേശുവിന്റെ മുമ്പിൽ വരാൻ വഴിയുണ്ട്. എന്നാൽ വഴി കാണാഞ്ഞിട്ട് അവിടെ ആരും കാണാത്ത ഒരു വഴി തുറക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ആരും കാണാത്ത അറിയാത്ത വഴി ആർക്ക് മുമ്പിൽ തുറക്കുന്നു? കുരുടന്മാരുടെ മുമ്പിൽ തുറക്കുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഇനി ആ വഴിക്കകത്ത് 2-3 പ്രത്യേകതയുണ്ട്. ഒന്ന്, അറിയാത്ത വഴിയിലൂടെ പോകുമ്പോൾ അവൻ എഴുതിയിരിക്കുന്നു ദുർഘടങ്ങൾ സമഭൂമിയാകും. 2, ഇരുട്ട് വെളിച്ചമാകും. അല്ലേ? നമ്മൾ ഈ വഴി ഒന്നും കണ്ട് ഭയക്കണ്ട. അറിയാത്ത വഴിയിലൂടെ പോയാൽ മതി, ദൈവം ഒരുക്കുന്ന വഴിയിലൂടെ പോയാൽ മതി. ഈ വഴിയിലെ ദുർഘടങ്ങൾ സ്വർഗത്തിലെ ദൈവം നിരപ്പാക്കും. 2, ഈ വഴിയിലെ ഇരുട്ട് ദൈവം വെളിച്ചമാക്കും. 3, 107 സങ്കീർത്തനം ചേർത്ത് വെച്ച് പറയട്ടെ, ഈ വഴി ചൊവ്വേ ഉള്ള വഴിയാ. പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ ചൊവ്വേ ഉള്ള വഴിയിലൂടെ നടത്തും. അങ്ങനെയാണെങ്കിൽ ഒന്നാമതായി പറയുകയാണ് പ്രിയപ്പെട്ടവരെ, കവർന്ന ഭൂമിയിൽ തുറക്കപ്പെട്ട വഴിയുടെ ഒന്നാമത്തെ പ്രത്യേകത അത് അറിയാത്ത വഴിയാണ്. 2, അല്പം ഒന്ന് വിശദീകരിക്കണം. വഴി അടച്ചവരുടെ മുൻപിൽ തന്നെ തുറക്കുന്ന വഴിയാണ്. ഒന്നറിയാത്ത വഴിയാ. 2, ആര് വഴി അടച്ചോ അവരുടെ മുമ്പിൽ എന്താ ചെയ്തു? തുറക്കുകയാ. അല്ലേ? ഇന്ന് രാത്രിയിൽ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ സംഗതിയുണ്ട്. വഴി അടയ്ക്കാൻ ആര് നമ്മുടെ മുൻപിൽ ബന്ധപ്പെടുന്നുണ്ടോ അവരുടെ മുൻപിൽ തന്നെയാണ് സ്വർഗത്തിലെ ദൈവം വഴി തുറക്കുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതി വന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു മോശ. ഫറവോനും സൈന്യവും പുറകിൽ, അല്ലേ? അപ്പോൾ ഫറവോന്റെ മനസ്സിലെ ചിന്ത മുൻപിൽ എന്തുവാ? ചെങ്കടല, ഇവിടെ വെച്ച് വഴി അടച്ചെന്ന. അപ്പോൾ ആരാണോ വഴി അടച്ചത് ആ ഫറവോന്റെ മുൻപിൽ തന്നെ ചെങ്കടലിനകത്തൂടെ സ്വർഗത്തിലെ ദൈവം ഒരു വഴി തുറന്നു. ഇനി അടുത്ത ചിന്തിക്കണം, ആ വഴിക്കകത്തോട്ട് ആര് കയറാൻ നോക്കി? ഫറവോൻ കയറാൻ നോക്കി. അങ്ങനാണെങ്കിൽ ഓർക്കുക, നിന്റെ മുമ്പിൽ ആര് വഴി അടച്ചോ അവരുടെ മുമ്പിൽ ദൈവം വഴി തുറക്കും. ആരടച്ചോ അവനെ ആ വഴിയിലൂടെ പോകാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഫറവോനും സൈന്യവും ഈ വഴിക്കകത്തൂടെ പോകാൻ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെ എഴുതിയിരിക്കുന്നു, ആമീൻ, അവർ അതിൽ വീണുപോയി. വഴി അവൻ അടച്ചവരുടെ മുമ്പിൽ തുറക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് അടയ്ക്കപ്പെടുന്ന വഴിയുടെ മുമ്പിൽ എങ്ങനെയാണ് ദൈവം തുറക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം ഒന്ന് വായിക്കണം. 5ഉം 6ഉം വാക്യം വേഗത്തിൽ എടുത്തൊന്ന് വായിക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകം ആ ആ ആ ആ ഒരു ബാലസിംഹം അവന്റെ നേരെ വഴി അടയുകയാ. ആരുടെ മുമ്പിലാ? ശിംശോന്റെ മുമ്പിൽ. അപ്പനും അമ്മയും ശിംശോനും തിമ്നയിലേക്ക് പോകുകയാണ്. ഇങ്ങനെ യാത്ര ചെയ്ത് അവർ മുൻപോട്ട് പോകുമ്പോൾ പെട്ടെന്ന് അവരുടെ മുൻപിൽ എന്തു വന്നു?
ഒരു ബാലസിംഹം അലറി വന്നു. വഴിയടഞ്ഞു. സ്തോത്രം പറയേണ്ടവർക്ക് സ്തോത്രം പറയാം. അടുത്ത വാക്യം ഒന്ന് ചേർത്ത് വായിച്ചേ. ബാലസിംഹം അലറി വന്നു. അപ്പോൾ ഉടനെ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. ശ്രദ്ധിക്കണേ, വഴി അടയ്ക്കാൻ സിംഹം വന്നെങ്കിൽ വഴി തുറക്കാൻ സിംഹത്തെക്കാൾ സ്പീഡിൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? വഴി അടയ്ക്കാൻ സിംഹം വന്നെങ്കിൽ സിംഹത്തെക്കാൾ സ്പീഡിൽ ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇറങ്ങി വന്നു. ഞാനിങ്ങനെ ചിന്തിക്കും, ആരും മറ്റു വ്യാഖ്യാനിക്കല്ലേ. നമുക്കൊരു തെറ്റായൊരു ധാരണയുണ്ട്. ഈ ഡ്രം അടിച്ചും കീബോർഡ് അടിച്ചും പിന്നെ ആർപ്പിട്ടും മാത്രം ഇറങ്ങി വരുന്ന ഒരു സാധനമാണ് എന്തുവാ? നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കാണ് ഞാൻ മിണ്ടാതിരുന്നത്. പരിശുദ്ധാത്മാവെന്നൊരു ധാരണയുണ്ട് കേട്ടോ. ഈ രക്തം ജയം എന്ന് പറയുമ്പോഴും ഡ്രം അടിച്ചിരിക്കുമ്പോഴും ഈ ഗിറ്റാറും ഇതൊക്കെ അങ്ങോട്ട് വായിച്ചൊരു ചലനാത്മകമായൊരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ മാത്രം വരുന്ന, അങ്ങനെ വരുത്തുന്നൊരു സാധനമാ എന്തുവാ? അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഇനി ഞങ്ങൾ ആ ചിന്ത അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇങ്ങനെ നിങ്ങൾ പാടി സ്ട്രമ്മ് അടിച്ച് ഇങ്ങനെ സന്തോഷിച്ച് ആത്മാവിൽ സന്തോഷിച്ചിരിക്കുകയെന്ന് വിചാരിച്ചു. ഉടനെ ഒരു സിംഹം ഇങ്ങോട്ട് വരട്ടെ, എന്തോ സംഭവിക്കും? ഞാൻ ഉൾപ്പെടെ ഈ ഫാനെ തൂങ്ങും. ശരിയല്ലേ? സത്യമല്ലേ? യെസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ വഴിയടയുമ്പോൾ തൃത്വത്തിൽ ഒരുവനായിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വഴിയൊരുക്കാൻ സിംഹത്തെക്കാൾ സ്പീഡിൽ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിറക്കി വരുത്തുന്ന ഒന്നല്ലേ ആത്മാവ്. നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിൽ പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്റെ വഴിയെല്ലാം അടയുമ്പോൾ തൃപ്തത്തിൽ ഒരുവനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ബാലസിംഹം വന്നു, ഉടനെ ആത്മാവും വന്നു. എന്ത് സംഭവിച്ചു? ഒരാടിനെ പോലെ അവൻ അതിനെ കീറിക്കളഞ്ഞു. എന്നിട്ട് എനിക്ക് രസകരമായി തോന്നിയത്, ഇവൻ ഇത് ആരോടും പറഞ്ഞില്ല. നമ്മളൊരു കൊതുവിനെ കൊന്ന 10 പേരോട് പറയും അല്ലേ? ഈ ചിലതൊക്കെ ഈ പറയാതിരിക്കണമെങ്കിൽ ഒത്തിരി കൃപ വേണം. അപ്പോൾ ഇവൻ എന്താ പറയാതിരുന്നേ? ഞാൻ പറയാം. ഇവൻ പറയാതിരുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ശിംശോൻ മനസ്സിൽ പറഞ്ഞു കാണും, അതിന് ഞാൻ വഴിയിലൊന്നും ചെയ്തില്ലല്ലോ, ഞാനൊന്നും ചെയ്തില്ലല്ലോ. സിംഹത്തെ കീറിയത് ആരാ? പറ. സ്വർഗത്തിലെ ദൈവം. പ്രിയ മാതാപിതാക്കളെ, ഇന്ന് രാത്രി പറ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ ചെയ്തതല്ല, സ്വർഗത്തിലെ ദൈവം ചെയ്തതാ. ശിംശോൻ മനസ്സിൽ പറഞ്ഞു കാണും, ഞാൻ സിംഹത്തെ കീറിയില്ല. ഒരു പേനാക്കത്തിയെങ്കിലും കയ്യിലുണ്ടായിരുന്നേ പറഞ്ഞേനെ, ഇതുകൊണ്ടാ രക്ഷപ്പെട്ടേന് ഇന്നത്തെ ആളുകൾ പറഞ്ഞേനെ. പക്ഷേ ശിംശോൻ അങ്ങനെ പറഞ്ഞില്ല. പിന്നെ രണ്ടാമത് ഇവൻ പറയാനതിൻ്റെ കാരണം എൻ്റെ മനസ്സിലൊരു ചിന്ത, ഒരു പൂച്ച പോലും കൊല്ലാതിരിക്കുന്നവരാ കൂടുതൽ ഇവിടെ ഇരിക്കുന്നേ. അവരുടെ മുമ്പിലോട്ട് വന്നിരുന്നിട്ട് സിംഹത്തെ കൊണ്ടെന്ന് പറഞ്ഞാൽ ഉപദേശിക്കും, പിന്നെ നേരെ ചൊവ്വേ ഇവിടുന്ന് പോകാനൊക്കത്തില്ല. അതുകൊണ്ടായി എല്ലായിടത്തും ഒന്നും പറയണ്ട എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒന്ന്, വഴി കാണാത്തടത്ത് ദൈവം തുറക്കുന്ന വഴി പ്രത്യേകത ആരും കാണാത്ത വഴിയാണ്. ഞാൻ പറഞ്ഞു, ആർക്കാണ് ദൈവം തുറക്കുന്നത് എന്ന് പറഞ്ഞു. രണ്ടാമത് പറയാൻ ശ്രമിച്ചത്, പ്രിയപ്പെട്ടവരെ, ആരടച്ചോ അവരുടെ മുൻപിൽ തന്നെ തുറക്കുന്ന യഹോവയുടെ വഴിയുണ്ട്. നമ്മുടെ
ദൈവവചനത്തിൽ നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ നെഹമ്യാവ് ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. രാജാവിനോട് പറയുന്നുണ്ട്, കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധ ഉള്ളയായി ഇരിക്കണമേ. അടുത്തത്, ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക്, ഈ മനുഷ്യന്റെ മുമ്പാകെ, കേട്ടോ, ആരെന്നറിയാവോ? മതിൽ ഇടിച്ച തകർത്ത ഈ മനുഷ്യന്റെ മുമ്പാകെ. എനിക്ക് അടുത്ത വാക്ക് ഇഷ്ടപ്പെട്ടത്, ആമീൻ, സ്വർഗത്തിലെ ദൈവം അവൻ്റെ കാര്യം സാധിപ്പിച്ചു. നിങ്ങൾ ആ വാക്യം ചേർത്ത് വെച്ച് ചിന്തിക്കണം. എവിടാന്നറിയാവോ? എവിടെ ഇടിച്ചോ, ആരിടിച്ചോ, അവൻ്റെ മുമ്പിൽ തന്നെ തമ്പുരാൻ അത് പണിതു. അതൊരു വഴിയാണ്, ദൈവത്തിൻ്റെ വഴിയാണ്. അതുകൊണ്ട് ദൈവവചനം നമുക്ക് തരുന്ന ഉറപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ആരൊക്കെ അടയ്ക്കട്ടെ, ആരാലും അടയ്ക്കപ്പെടട്ടെ, ആരെല്ലാം അടച്ചാലും അടച്ചവരുടെ മുമ്പിൽ തന്നെ നമുക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം വഴി തുറക്കുന്ന ദൈവമാണ്. 3, അതിൻ്റെ ഒടുവിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ 4 പേര് ഇവനെ ചുമന്നുകൊണ്ട് വന്നു. വീടിൻ്റെ ഓട് പൊളിച്ചു, ആരും ചോദ്യം ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ആരും ചോദ്യം ചെയ്യപ്പെടാത്ത വഴിയാണ് ദൈവം തുറക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വഴി തുറന്നതെന്ന് ആർക്കും ചോദിക്കാൻ ആർക്കും അവകാശമില്ല. 2 ഉദാഹരണം ബൈബിളിൽ നിന്ന് പറയാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. ബെഥേസ്ദ കൊളക്കരയിൽ ഒരു മനുഷ്യൻ കിടക്കുക. 38 വയസ്സല്ല അവന്, അവൻ 38 വർഷമായി അവിടെ കിടക്കണമെന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം പ്രായമുണ്ട് ഇവന്. 38 ആണ്ടായി ബെത്സേദ കൊളക്കരയിൽ കിടക്കുന്ന ഈ മനുഷ്യൻ, കേട്ടോ, ഇന്നത്തെ നിയമം അനുസരിച്ച് പറഞ്ഞാൽ അവന് 38 സെന്റ് സ്ഥലം കുടിയെടുപ്പായിട്ട് കിട്ടും. ആ മനുഷ്യന്റെ അടുക്കലേക്ക് യേശു കടന്നു വരികയാണ്. യേശു വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയാമോ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ എന്താ മറുപടി പറഞ്ഞേ? എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ ഞാൻ എന്തെയും എഴഞ്ഞും ചാടിയും ഇങ്ങോട്ട് നിരങ്ങി വരാം എന്ന് വിചാരിക്കുമ്പോൾ അതിനു മുമ്പ് പലരും എനിക്ക് മുമ്പേ ഇവിടെ ഇറങ്ങുന്നു. അവിടെ ഒരു വ്യവസ്ഥിതി ഉണ്ട്, ഒരു നിയമമുണ്ട്. എന്താ വ്യവസ്ഥിതി? ഈ കുളത്തിൽ ഇറങ്ങിയാൽ മാത്രമേ എന്തുള്ളൂ? സൗഖ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് അവൻ പറയുമ്പോൾ യേശു അവനോട് കുളത്തിലിറങ്ങാൻ പറയുന്നില്ല. യേശു അവനെ സൗഖ്യമാക്കി പറഞ്ഞു വിടുകയാണ്. ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. 38 വർഷം കൊണ്ട് അനേകര് ഈ വ്യവസ്ഥിതിയിൽ അവിടെ സൗഖ്യമായി പോയത് ഇവൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി പറയട്ടെ, യേശു ഒരു വഴി തുറന്നാൽ അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മറ്റൊരു സംഭവം ഞാനിങ്ങനെ പറയും. കർത്താവിന് വാഹനമേറാൻ ഒരു കഴുത അഴിക്കാൻ പറഞ്ഞു. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു വിട്ടു. എന്താ പറഞ്ഞറിയാവോ? ആരെങ്കിലും ഇതിനെ ചോദിച്ചാൽ, ചോദ്യം ചെയ്താൽ, യജമാൻ ഇതിനെ കൊണ്ട് യേശുവിന് ഇത് അഴിച്ചോണ്ട് വരുമ്പോൾ അവൻ ചോദിക്കത്തില്ലെന്ന് യേശുവിന് നന്നായി അറിയാം. കാരണം നമ്മുടെ നിരൂപണങ്ങളെ. അപ്പൊ പിന്നെ എന്തിനാ ഇവരോട് പറഞ്ഞു വിട്ടേ? അതിനെക്കുറിച്ചൊരു ചിന്തകൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്:
ഈ പോന്ന ശിഷ്യന്മാർ വഴി കിടന്ന് ടെൻഷൻ അടിക്കാതിരിക്കാൻ കേട്ടോ. ഈ വഴിയിൽ പോന്ന നമുക്കും എന്താ വരും? ടെൻഷനാ. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് രസമായി തോന്നി. അതിന് വ്യാഖ്യാനം എഴുതിയ ഒരു ഭക്തൻ എഴുതിയിരിക്കുകയാണ്, യേശുവിനറിയാം ഈ കഴുതയുടെ ഉടമസ്ഥൻ ഒരിക്കലും ഇതിനെക്കുറിച്ച് ചോദിക്കത്തില്ലെന്ന്. പിന്നെ എന്തുകൊണ്ട് എഴുതി എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതേ ഉള്ളൂ. ഈ കഴുതയെ അടിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ചെല്ലുന്നത് വരെ ഇവന്റെ മുട്ടിടിക്കരുത്. ആരുടെ? ശിഷ്യന്മാരുടെ. അതുകൊണ്ട് യേശു അവരെ ഒന്ന് ഉറപ്പിക്കാനാ പറഞ്ഞു വിട്ടത്. ഇനിയും എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഇതിന് യേശുവിനെ കൊണ്ട് ചോദ്യം ചെയ്യപ്പെടാൻ അവകാശമില്ലാത്ത വിധത്തിൽ വഴി തുറക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത വിധത്തിൽ അത്ഭുതം ചെയ്യുന്ന ദൈവം. 3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. 1, ആരും കാണാത്ത വഴി. 2, അടച്ചവരുടെ മുൻപിൽ തന്നെ തുറക്കുന്ന വഴി. 3, ചോദ്യം ചെയ്യപ്പെടാത്ത വിധത്തിൽ തുറക്കുന്ന വഴി. അടുത്തത് ഒരു കാര്യം കൂടെ, നിൽക്കുന്ന സ്ഥലത്തു തന്നെ തുറക്കുന്ന വഴി. ഞാനിത് വായിച്ചു. ഈ യോഗ സ്ഥലത്തോട്ട് ഇവനെ ചുമന്നുകൊണ്ട് വന്നു. ഡൽഹിയിൽ ഈ ഇടയിലാന്ന് ഇരിക്കട്ടെ, ചുമന്നുകൊണ്ട് വന്നു. കയറ്റാൻ പറ്റിയില്ല. ഉടനെ ഈ ചുമന്നുകൊണ്ട് വന്നവരുടെ ആദ്യത്തെ അന്വേഷണം എന്തുമായിരിക്കും? കർത്താവിൻ്റെ അടുത്ത യോഗം എവിടാ? അല്ലയോ? അങ്ങനല്ലയോ? അല്ല, പലരും സീറ്റ് പൊളിക്കുവാന്നു. അല്ല, ഇവനെ ചുമന്ന് കവർന്ന ഭൂമിയിലെ വീടിന്റെ മുമ്പിൽ വരെ എത്തി. അപ്പോൾ ഇവർ ലേറ്റ് ആയതുകൊണ്ടോ മറ്റു വല്ലതും നേരത്തെ വന്നതുകൊണ്ടോ അകത്ത് കയറാൻ സ്ഥലമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവനെ ചുമന്നുകൊണ്ട് വന്നവർ ആദ്യം കൺവീനറോട് ചോദിക്കും, ഈ പുള്ളിയുടെ അടുത്ത യോഗം എവിടാ? അടുത്ത ചോദ്യം, എത്ര മണിക്കായിരിക്കും അടുത്ത യോഗം? കാരണം അതിനേക്കാൾ 2 മണിക്കൂർ മുമ്പേ വരാൻ വേണ്ടിയാണ്. ശരിയല്ലേ? അപ്പോൾ ഇത് രണ്ടും അവര് ചോദിച്ചില്ല. യേശുവിന്റെ അടുത്ത യോഗം എവിടാന്ന് ചോദിച്ചില്ല. അടുത്ത യോഗത്തിന്റെ സമയം എപ്പോഴാണ് ചോദിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, നീ നിൽക്കുന്ന സ്ഥലത്ത് വഴിയില്ലാതിരിക്കുമ്പോൾ നിൽക്കുന്നിടത്തു തന്നെ തുറക്കുന്നൊരു വഴിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം അല്ലേ? ശരിയല്ലേ? ആമേൻ. പക്ഷേ അടുത്ത യോഗസ്ഥലം അന്വേഷിക്കാതെ അവിടെ നിൽക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? കണ്ണുമടച്ച് വിശ്വാസം വേണം. ഞാനൊരു സാധനം ഉദാഹരണം പറയാം. ഈ വീഗാലാൻഡിൽ പോയിട്ടുണ്ടോ? ഇല്ല, വല്ലപ്പോഴും ഒന്ന് പോകണം. അവിടെ ചെല്ലുമ്പോൾ ഈ എല്ലാ സാധനത്തിലും ഒന്നും കയറാനൊക്കത്തില്ല. ചിലതിലൊക്കെ നമുക്ക് കയറാനൊക്കും. അപ്പോൾ 1000 രൂപ ടിക്കറ്റ് എടുത്ത് എല്ലാത്തിലും കയറാനൊക്കാത്തവരും ഭൂരിപക്ഷം ആളുകളും കയറുന്ന ഒരു സാധനമാണ് ഈ ആകാശ ഊഞ്ഞാൽ. ഇതിങ്ങനെ വട്ടത്തിൽ കിടക്കും, ബക്കറ്റായിട്ട് താഴെ വരും. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അത് താഴെ വരുന്നതുകൊണ്ട് എല്ലാവർക്കും അത് കയറി ഇരിക്കാം. അപ്പോൾ അതങ്ങോട്ട് കയറി ഇരുന്ന് അതിൻ്റെ ലോക്കിട്ട് സൈറൺ അങ്ങോട്ട് മുഴങ്ങിക്കഴിയുമ്പോൾ ഇതങ്ങോട്ട് സ്പീഡിൽ തലയെ നാട്ടുന്നേ ഇങ്ങനെ അങ്ങോട്ട് സ്പീഡ് കൂടി അങ്ങോട്ട് വരും. ഈ സ്പീഡ് അങ്ങോട്ട് കൂടി വരുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ഈ അച്ചായനും അമ്മാമ്മയും കൂടെ പറയുന്ന ഒരു ഡയലോഗുണ്ട്. എന്താണെന്നറിയാമോ? കണ്ണടച്ചോ. അങ്ങനല്ലേ പറയുന്നത്? അയ്യോ, അങ്ങനെ പറയുന്നത്. അന്നേരം ബിരിയാണി കൊണ്ടുപോകാന്ന് പറയത്തില്ല. ഇതിന്റെ സ്പീഡ് അങ്ങോട്ട് കൂടി വരുമ്പോൾ ഇവര് പറയുന്ന ഒരു വാക്കാണ് കണ്ണടച്ചോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതങ്ങ് മോളിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഇവൻ ഇതങ്ങ് ഓഫ് ചെയ്യും, തൂങ്ങി ഒരു കിടപ്പ.
അപ്പോൾ അച്ചായൻ കണ്ണു ഉറക്കും, അമ്മാമ്മയും കണ്ണു ഉറക്കും. അമ്മാമ്മ അച്ചായൻ നോക്കിയിട്ട് പറയും ഇയാൾ ചത്തില്ല, സ്വോത്രം. അച്ചായൻ അങ്ങോട്ട് പറയും നീയും ചത്തില്ല, സ്വോത്രം. രണ്ടുപേരും ചത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൈറൺ വീണ്ടും മുഴങ്ങും. ഇതങ്ങോട്ട് സ്പീഡ് കൂടി വരുമ്പോൾ ഇവർ വീണ്ടും അതിലിരുന്നുകൊണ്ട് പറയും കണ്ണടച്ചോ കണ്ണടച്ചോ കണ്ണടച്ചോ. നമ്മളിതൊരു ഫലിതമായി എടുത്തെങ്കിലും ഇത് വേദപുസ്തകത്തിൻ്റെ ഒരു സന്ദേശമാണ്. ആകാശ ഊഞ്ഞാലിൻ്റെ സ്പീഡിൻ്റെ ഭയം മാറ്റാൻ മനുഷ്യൻ മാനുഷികമായി കണ്ണടയ്ക്കാൻ പറയുന്നുവെങ്കിൽ വേദപുസ്തകം പറയുന്നു നീ കണ്ണടച്ചു കുരുടനായിക്കോ, നീ നിൽക്കുന്നിടത്ത് ഞാൻ നിനക്ക് വേണ്ടി വഴി തുറക്കും. സ്തോത്രം, സ്തോത്രം. നമ്മൾ ഈ കണ്ണ് തുറന്ന് വെച്ചേക്കുന്നതിൻ്റെ കുഴപ്പം എന്താ അറിയാമോ? നമ്മൾ ചില വഴിയൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്, അല്ല? യെസ്, പ്രൈസ് ദി ലോർഡ്. ശരിയല്ലേ? അങ്ങനെയാണ് കണ്ണടയ്ക്കാൻ എന്താ പ്രയാസം? എന്താ പ്രയാസം? ഞാൻ പറയുന്നു, കണ്ണടയ്ക്കാൻ പറഞ്ഞവൻ ആരാണെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. തമ്പുരാൻ പറയുകയാണ്, നീ നിൽക്കുന്ന ഇടത്ത് ഞാൻ നിനക്ക് വേണ്ടി വഴി തുറക്കാൻ മതിയായ ദൈവമാണ്. വഴി തുറക്കാൻ, നീ നിൽക്കുന്ന ഇടത്തു തന്നെ വഴി തുറക്കാൻ ഞാൻ മതിയായ ദൈവമാണ്. നല്ല ഉദാഹരണമാണ്. യേശുവിൻ്റെ ഒരു അത്ഭുതമാണല്ലോ ഇത്. കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുതം ഇതിനോടൊന്ന് ചേർത്ത് വെച്ച് പഠിക്കണം. ഏതാ ആദ്യത്തെ അത്ഭുതം? കാനാവിലെ കാനാവിൽ ഒത്തിരി കല്യാണം നടന്നിട്ടുണ്ട്, എല്ലാം അത്ഭുതമല്ല. പിന്നെ പച്ചവെള്ളം വീഞ്ഞാക്കി. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പച്ചവെള്ളം വീഞ്ഞാക്കി. എന്താണ് കാനാവിലെ കല്യാണ വീട്ടിലെ ഏറ്റവും വലിയ സന്ദേശം എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ പറയും അത്ഭുതമല്ല. കാനാവിലെ കല്യാണ വീട്ടിലെ ഏറ്റവും വലിയ സന്ദേശം എന്താണെന്നറിയാമോ? മനുഷ്യ, നിന്റെ കണക്കൂട്ടലുകൾ തെറ്റാൻ സാധ്യതയുണ്ട്. കല്യാണ വീടാ, എല്ലാം വിളിച്ചവരെയും കണക്ക് കൂട്ടിയാണ് ഭക്ഷണമെല്ലാം ക്രമീകരിച്ചത്, വീഞ്ഞും ക്രമീകരിച്ചത്. പക്ഷേ അവിടെ എഴുതിയേക്കുന്ന വാക്ക് അങ്ങനെ, പക്ഷേ വീഞ്ഞ് തീർന്നുപോയി. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോകുന്നു എന്ന് നീ എവിടെ വെച്ച് നിനക്ക് തോന്നുന്നോ അവിടെ തന്നെ ദൈവം വഴി തുറക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ആ ചിന്ത മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ കണക്കൂട്ടലുകൾ എവിടെ വെച്ച് തെറ്റുന്നു എന്ന് നമുക്ക് തോന്നുന്നു, കണക്കൂട്ടലുകൾ തെറ്റുന്ന ഇടത്ത് തന്നെ ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് പച്ചവെള്ളം വീഞ്ഞായി. ഞാൻ 1994 സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്. കർത്താവിൻ്റെ മഹത്തരമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ എൻ്റെ പിതാവ് അന്ന് അല്പം മദ്യപിക്കുന്ന ആളാണ്. ഇന്ന് മദ്യപിക്കുന്ന ആളല്ല, ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകാൻ ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ ഞാനിങ്ങനെ ചെന്ന് കുറ്റമായി പറയുന്നതല്ല, എല്ലാവരും ആത്മീകരായിരിക്കാം. പക്ഷേ ആരെങ്കിലും മക്കളെ ഒരു സുവിശേഷ വേലയ്ക്ക് ഉപദേശി എന്ന് പറഞ്ഞു വിടാൻ ഇന്ന് ആരും അങ്ങനെ തയ്യാറാകാറില്ല, വളരെ കുറവാണ്. ഈ കൺവെൻഷൻ നമ്മളൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കണം. ഒരുപക്ഷെ എൻ്റെ ജീവിത സാക്ഷ്യത്തിലൂടെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മഹത്തരമായ ശുശ്രൂഷയ്ക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊടുക്കണം. അതൊരു ഉപദേശി ആയിക്കോട്ടെ, ഒരു സുവിശേഷനായിക്കൊള്ളട്ടെ, ഒരച്ഛനായിക്കൊള്ളട്ടെ. ഇനി അച്ഛനാകാൻ പറ്റിയില്ലെങ്കിൽ ഒരു സുവിശേഷകനായി നിൽക്കട്ടെ. എന്തൊരു വലിയ ഭാഗ്യമാണ്. എൻ്റെ പിതാവിനോട് പറഞ്ഞു, നടക്കില്ല, കണക്കൂട്ടിലെല്ലാം തെറ്റുന്നതായ സമയം. വളരെ വല്ലാത്ത സംഘർഷഭരിതമായൊരു അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. എന്നോട് എൻ്റെ പിതാവ് പറഞ്ഞു, നിൻ്റെ ഇഷ്ടപ്രകാരം പോവുകയാണെങ്കിൽ നിനക്കിഷ്ടമുള്ള വഴിയെ പോകണം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ 19-ാമത്തെ വയസ്സിൽ എൻ്റെ വീട് വിട്ടു.
13 വർഷം ഞാൻ തിരുവല്ലായിൽ 6 വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു. എൻ്റെ മൂത്ത കുഞ്ഞുങ്ങൾ 2 ജനിച്ചത് വാടക വീട്ടിലാണ്. ഒരുപക്ഷെ ഞാൻ താമസിച്ച വീട്ടുകാരൊക്കെ ലൈവിലൂടെ ഇത് ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കാം. അതേ ഞാൻ താമസിക്കുന്നത് മഞ്ഞാടി ആമല്ലൂർ നെല്ലുമുട്ടിൽ എന്ന് പറയുന്ന വീട്ടിലാണ്. ഒരു അമ്മച്ചിയുടെ കൂടെയാണ്. പ്രായമുള്ള ഒരു അമ്മയാണ്. അമ്മയുടെ വീടിൻ്റെ ഒരു സൈഡിലെ ഒരു മുറിയിൽ ഞാൻ താമസിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ ആരംഭ കാലഘട്ടങ്ങൾ പ്രിയപ്പെട്ടവരെ വേദനയുടെയും സംഘർഷത്തിൻ്റെയും പട്ടിണിയുടെയും അനുഭവങ്ങളായി മുൻപോട്ട് പോകുന്നതായ സമയം. നല്ലൊരു ആഹാരം കഴിക്കാൻ നിവർത്തിയില്ല, നല്ലൊരു വസ്ത്രമിടാൻ നിവർത്തിയില്ല. ഞാൻ ഇന്ന് ഓർക്കുന്നു, കോട്ടയത്ത് ഡോക്ടർ ബെഞ്ചമിൻ്റെ വീട്ടിൽ CMS കോളേജിനടുത്ത് ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കാൻ പോകാൻ 17 രൂപ വണ്ടിക്കൂലി എടുക്കാനില്ലാതെ തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ പൊട്ടിക്കറിഞ്ഞ സന്ദർഭമുണ്ട്. എൻ്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിയതായ സന്ദർഭം. ഞാൻ പിന്നീട് വിവാഹിതനായി ഞാൻ ആ വീട്ടിൽ താമസിക്കുന്ന സമയം ആ വീട്ടിലൊരു പ്രത്യേകത ഉണ്ട്. അകത്തൊരു ബാത്റൂമേ ഉള്ളൂ. അമ്മച്ചി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അകത്തെ ബാത്റൂം ഞാനേ ഉപയോഗിക്കത്തുള്ളൂ, ഉപദേശ പുറത്തെ ബാത്റൂം ഉപയോഗിക്കണം. എനിക്ക് പ്രയാസമില്ല. ഞാൻ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ അത് പ്രയാസമാണ് എൻ്റെ ഭാര്യയ്ക്ക്. ഞാൻ നിങ്ങളോട് പറയാം, എല്ലാ കണക്കൂട്ടിലും അസ്തമിക്കുന്നു എന്ന് തോന്നുന്നതായ സന്ദർഭം. ഒടുവിൽ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് ഒടുവിൽ തിരുവല്ല മാർത്തോമാ കോളേജിൻ്റെ ഫ്രണ്ടിൽ ഒരു വീട്ടിലേക്ക് മാറി, മതിലെങ്കിലെ വീട്ടിൽ. ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ആ വീട്ടിലേക്കുള്ള എൻ്റെ മാറ്റമാണ് ദൈവം നിന്നെടുത്ത് തുറന്ന വഴിയെന്ന് ഞാൻ ഇന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ദൈവം എത്ര അത്ഭുതകരമായി അവിടുന്ന് ഉയർത്തിയെന്നറിയാമോ? അതാ പറഞ്ഞത്, കണക്കൂട്ടലെല്ലാം തെറ്റുമ്പോൾ തെറ്റുന്ന സ്ഥലത്ത് തന്നെ ദൈവം തമ്പുരാൻ എന്ത് ചെയ്യും? ഒരു വഴി തുറക്കും. പിന്നീട് അങ്ങോട്ടുള്ള യാത്രകൾ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഇങ്ങനെ പറയും. 34-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, ആമീൻ, ബാലസിംഹം ഇരകിട്ടാതെ വിശന്നിരുന്നാലും യഹോവയെ അന്വേഷിക്കുന്നവർക്കൊരു നന്മയ്ക്കും കുറവില്ല. ഇന്ന് രാത്രിയിൽ ഒരുപക്ഷെ ഇതിനകത്തിരുന്നോ ലൈവിലൂടോ എൻ്റെ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതിനെ പോലെ മാന്യമായ മറ്റൊന്നു വേറെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ ലോകത്തിന്റെ കണക്കൂട്ടലുകൾ തെറ്റി എന്ന് നിനക്കൊരിക്കൽ വന്നേക്കാം. എന്നാൽ അവിടെ ദൈവം തുറക്കുന്ന വഴി ഒരിക്കലും തെറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ ഈ വലിയ ബൈബിളെ എല്ലായിടത്തും കൊണ്ടുപോകത്തുള്ളൂ. ഞാൻ പറയും, 120 കിലോ വെയിറ്റുള്ള ഞാൻ, അല്ല 130 കിലോ വെയിറ്റുള്ള ഞാൻ ഈ 1/2 കിലോ ബൈബിളും കൊണ്ടുപോകുന്നത് ദൈവത്തെ ആക്ഷേപിക്കുന്നത് തുല്യമല്ലേ? എൻ്റെ വെയിറ്റ് അനുസരിച്ച് വേണം ഞാൻ എടുക്കുന്ന ബൈബിൾ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇത്രയും വലിയ ബൈബിളെ കിട്ടിയുള്ളൂ. അതെല്ലാവരും വലിയ കുട്ടേനെയും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ ജീവിതത്തിൽ ദൈവം കണക്കൂട്ടുകൾ തെറ്റിയ സന്ദർഭത്തിൽ ഉടൻ അവിടെ തന്നെ വഴി തുറന്നു. കുറിവാക്യത്തിലേക്കൊന്ന് വന്നേ. വഴി ഒന്നും കാണാതെ ഇരിക്കുമ്പോൾ, അടുത്തൊരു ചോദ്യത്തിലേക്ക് വന്ന് 5 മിനിറ്റ് കൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കാം. വഴി കാണാതിരിക്കുമ്പോൾ ദൈവം തുറന്ന വഴിയുടെ 4 പ്രത്യേകത പറഞ്ഞു. ഇനിയും വഴി കണ്ടില്ലെങ്കിലും ആരെ കാണണം? ആരെയാ കാണണ്ടേ? ഇന്ന് ഈ ലോകത്തിന് പറ്റിയ ഒരു പരാജയം, തുടക്കവും ഒരു പരാജയം പറഞ്ഞാ തുടങ്ങിയത്, അവസാനവും അതിലേക്ക് തന്നെ വരാൻ പോകുകയാണ്. എന്താ തുടക്കം പറഞ്ഞേ? വഴി അടയ്ക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള സമൂഹത്തിൽ വഴി തുറന്നു, വഴിയുടെ 4 പ്രത്യേകത പറഞ്ഞു. എന്നാൽ എന്തുകൊണ്ട് നമുക്കിന്ന് കർത്താവിനെ കാണാൻ കഴിയുന്നില്ല? ഒന്ന്, ഭൗതികതയിലുള്ള നമ്മുടെ ആശ്രയം. വല്ലാതെ കൂടുകയല്ലേ? ക്ഷമിക്കണേ, വല്ലാതെ കൂടുകയല്ലേ?
യേശുവിനെ നമുക്ക് കാണാൻ കഴിയണമെങ്കിൽ കർത്താവ് പറഞ്ഞ വാക്യം പറയുന്നു, മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞു, ആകാശത്തിലെ പറവയെ നോക്കുവീൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, സ്വർഗസ്ഥനായ ദൈവം അവയെ പുലർത്തുന്നു. ഇത് പണ്ടൊരിടത്ത് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, സാറേ, അച്ഛന്മാർക്കും ഉപദേശമാർക്കും ഇത് പ്രസംഗിക്കുന്നതിനൊരു പ്രയാസവുമില്ല, ആകാശത്തിലെ പറവ നോക്കിക്കോളണം. കാരണം ആകാശത്തിലെ പറവയ്ക്ക് വിട്ടിലും പച്ചിലയും മതി സാറേ, എൻ്റെ ഭാര്യയും പിള്ളേരും വിട്ടിലും തിന്നത്തില്ല, പച്ചിലയും തിന്നത്തില്ല കേട്ടോ. എൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കൂടെ 150 രൂപയുടെ അരിയും സാധനവും വേണമെന്ന്. കർത്താവ് അടുത്ത വാക്കിൽ പറഞ്ഞു, നിങ്ങൾ അതിനേക്കാൾ എത്രയോ വിശേഷതയുള്ളവരാണ്. ഞാൻ പറയുന്നു, നാളെയെ കുറിച്ച് ദൈവത്തിൽ പ്രത്യാശ ഉള്ളവന് മാത്രമേ യേശു തുറക്കുന്ന വഴി കാണാൻ കഴിയത്തുള്ളൂ. ക്ലിയർ? ഒന്നുകൂടെ പറയാം, നാളെയെ കുറിച്ച് യേശുവിൽ പ്രത്യാശ ഉള്ളവന് മാത്രമേ ദൈവം തുറക്കുന്ന വഴി കാണാൻ കഴിയത്തുള്ളൂ. പുഞ്ചമണ്ണിൽ മാമനുദ്ദേശിയെ കുറിച്ച് പറയുന്ന ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു സുവിശേഷൻ. അദ്ദേഹത്തിന്റെ പ്രത്യേകത സൂട്ടും കോട്ടുമേ ധരിക്കത്തുള്ളൂ, ടൈ ഒക്കെ കെട്ടി. അന്നത്തെ ഉപദേശമാരുടെ വേഷം ഒറ്റമുണ്ടും ജുബായും കാലൻ കൊടയൊക്കെ പിടിച്ചാണ് പോകുന്നത്. എന്നാൽ അന്ന് മാമനുദ്ദേശി സൂട്ടും കോട്ടും ധരിക്കത്തുള്ളൂ. ഉദ്ദേശി സൂട്ടും കോട്ടും ഒക്കെ ധരിച്ച് തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിൽ തിരുവനന്തപുരത്ത് ഒരു യോഗത്തിന് പോകാൻ ബസ് നോക്കിയിരിക്കുക. അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ഉദ്ദേശിയെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ ഒരു ചെറുപ്പക്കാരന് വലിയ ആവേശമായി. കാരണം അന്നത്തെ കാലത്ത് ആരും സൂട്ടും കോട്ടും ധരിക്കരുത്. അവന് ചോദിച്ചു, സാറേ എവിടെ പോകാനാ ഇവിടെ നിൽക്കുന്നത്? ഉടനെ മാമനുദ്ദേശി പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തോട്ടുള്ള ബസ് നോക്കി നിൽക്കുകയാണെന്ന്. ദൈവത്തിൻ്റെ മക്കളെ, ഇതൊരു വലിയ വെല്ലുവിളിയാണ് നമുക്ക് തരുന്നത് ഉപദേശിയുടെ ജീവിതം. തിരുവനന്തപുരത്ത് പോകാൻ നിൽക്കുന്നു എന്ന് കേട്ടപ്പോൾ ഇവന് വീണ്ടും ആവേശമായി. കാരണം അന്ന് ആരും അങ്ങനെ തിരുവനന്തപുരത്ത് പോകത്തില്ല. ഇന്ന് 2 വട്ടോ 3 വട്ടോ പോയിട്ട് വരും. അപ്പൊ ചോദിച്ചു, സാറേ എന്താ ജോലി? ഉടനെ മാമനുദ്ദേശി പറഞ്ഞു, ഞാൻ കൊട്ടാരം വക സർവാധികാരിയാണെന്ന്. ഞാൻ ആരാ പറ? കൊട്ടാരം വക സർവാധികാരി. എൻ്റെ പൊന്നെ, ഉപദേശി കൊട്ടാരവും കണ്ടിട്ടില്ല, സർവാധികാരിയും കണ്ടിട്ടില്ല. പക്ഷേ കറുത്ത വേദപുസ്തകം കരത്തിലെടുത്ത് കർത്താവിനെ പ്രസംഗിക്കുന്ന ഒരു വിശുദ്ധന്റെ കാഴ്ചപ്പാട്, കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ഒരു ദൈവദാസന്റെ നാളെ കുറിച്ചുള്ള ദർശനം. ഞാൻ ആരാണ്? ഞാൻ കൊട്ടാരം വക സർവാധികാരിയാ. ഈ ചെറുപ്പക്കാരൻ കയറി കെട്ടി അങ്ങ് പിടിച്ചു. ആരെയാ? ഉപദേശിയെ. സർവാധികാരിയാന്ന് വിചാരിച്ചാ, പരിചയപ്പെട്ടല്ലയോ. എന്നിട്ട് സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ചോദിച്ചു, സാറേ എന്തോ ഉണ്ട് ശമ്പളം? ഓ, എന്തോ ഉണ്ട് ശമ്പളം? മാമനുദ്ദേശി പറഞ്ഞു, കൊട്ടാരം വക ചെല്ലത്തിൽ നിന്ന് എൻ്റെ ആവശ്യത്തിന് എനിക്ക് ദിവസവും എടുക്കാം കേട്ടോ. 1.5 ലക്ഷം വാങ്ങിച്ചിട്ടും തൃപ്തിയില്ല. കാരണം നമ്മൾ ചില വഴിയൊക്കെ കണ്ടുവച്ചേക്കോ, ചില വഴിയൊക്കെ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഉപദേശി പറയുക, കൊട്ടാരം വക ചെല്ലത്തിൽ നിന്ന് എൻ്റെ ആവശ്യത്തിന് എനിക്ക് ദിവസവും എടുക്കാം. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്തൊരു ഭാഗ്യമാ സാറ്, കൊട്ടാരത്തിലെ ചെല്ലം സാറിന് മുമ്പേ തുറന്നു കൊടുക്കുവാണെങ്കിൽ എന്തും വേണ്ടി എടുക്കാം, എന്തോ ഉണ്ട് സമ്പാദ്യം. എന്നെ ഉപദേശി അവൻ്റെ തോളെ തട്ടി എന്ന് പറഞ്ഞു, കുഞ്ഞെ എനിക്കൊരു സമ്പാദ്യമുണ്ട്, അതൊരു മൈലാഞ്ചി പൂന്തോട്ടമാ. സൂര്യ TV-യിലെ സീരിയലല്ല മൈലാഞ്ചി. ഉത്തമഗീത 1:14 വാക്യമാ മൈലാഞ്ചി. അങ്ങനെ ഒരു വാക്യമുണ്ട്.
നോക്കണം. കാരണം നമുക്കൊരു വഴി, പലരെയും ബൈബിള് എടുത്ത് നോക്കിയാൽ ഈ സെൻട്രൽ ഭാഗം കൊണ്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കും. അടച്ചു വെച്ച് നോക്കി, ഇപ്പം നോക്കണ്ട, അതിൻ്റെ അടുത്തിരിക്കുന്നവർ കാണും. ഈ സെൻട്രൽ ഭാഗം കൊണ്ട് ഇങ്ങനെ മല പോലെ ഇരിക്കുന്നത്. അപ്പോഴേ ഓർത്തോണം, ഉപയോഗം മുഴുവൻ സെൻട്രലിലാണ്. 91 സങ്കീർത്തനത്തിലാടി, ഇടം വലം വായിക്കത്തില്ല. സ്തോത്രം. ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ ഈ ഞങ്ങളൊക്കെ കൊണ്ടുവന്ന ബൈബിളും കർത്താവും ഒരുപോലായിരുന്നു. കാരണം കർത്താവിനും ആദിയും അന്തവുമില്ലായിരുന്നു. എൻ്റെ വീട്ടിലെ ബൈബിളിന് ഉൽപ്പത്തി, പുറപ്പാടില്ല, വെളിപ്പാട് ഒട്ടുവേ ഇല്ലായിരുന്നു. അതുകൊണ്ടൊക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഇതിന് ഇഷ്ടം പോലെ ബൈബിളായി. ഞാൻ പറയും, ഞങ്ങൾ കൊച്ചിലെ കൊണ്ടുപോയ ബൈബിളും എൻ്റെ കർത്താവും ഒരുപോലാന്ന് ഞാൻ പറയും. കാരണം അവനും ആദിയില്ല, അന്തവുമില്ല. ഞങ്ങൾ കൊണ്ടുപോയ ബൈബിളിനും ആദിയില്ല, അന്തവുമില്ല. അല്ലേ? ഉത്തമഗീതം 1:14 എഴുതിയിരിക്കുന്നു, എൻ്റെ പ്രിയൻ എനിക്ക് എൻ ഗതി മുന്തിരിത്തോട്ടത്തിലെ മൈലാഞ്ചി പൂക്കൊല പോലെ ഇരിക്കുന്നു. 2 മെസ്സേജാണ് ഉപദേശിയുടെ ഒറ്റ ഡയലോഗിൽ വന്നത്. 1, ഈ ഭൂമിയിൽ എന്നെ നടത്തുന്നത് ആരാണ്? ദൈവമാണ്. 2, അക്കരെ നാട്ടിൽ എനിക്കൊരു മൈലാഞ്ചി പൂന്തോട്ടം ദൈവം ഒരുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു നിന്റെ ജീവിതത്തിന് മുമ്പിൽ വഴി അടഞ്ഞു നിൽക്കുമ്പോൾ, എല്ലാം അടയുമ്പോൾ, ദൈവവൈതലേ വഴി തുറക്കണോ? യേശു ആരാണെന്ന് കാണണം. 2, നാളെയെക്കുറിച്ച് കാണണം. യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞു, കർത്താവ് പറഞ്ഞത് കാണുന്നതാണ് നല്ലതെന്ന്. കാരണം ഇന്നോ നാളെയോ ഇന്ന പട്ടണത്തിൽ പോയി ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുന്നവരെ ഇത് കേൾപ്പീൻ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? ഇപ്പോൾ പൊങ്ങുന്നതും അപ്പോൾ താഴുന്നതുമായ ആവിക്ക് തുല്യം. അതുകൊണ്ട് നമ്മൾ നാളെയെക്കുറിച്ച് മാനുഷികമായി വിചാരപ്പെടരുത്. ഇന്ന് രാത്രിയിൽ വഴി അടഞ്ഞു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വഴി തുറക്കാൻ ഒരുത്തനുണ്ട്. 1, അവനെ അറിയണം. 2, അവൻ നാളുകളിൽ നമ്മെ നടത്തുമെന്ന ഉറപ്പ് നമുക്ക് വേണം. 34 സങ്കീർത്തനത്തിൽ നാം പറഞ്ഞ വാക്യം, ബാലസിംഹ വിരകിട്ടാതെ. എന്നാൽ അത് നമ്മൾ വായിച്ചു വന്നതുകൊണ്ടായിരിക്കാം അതിനൊരു ശക്തിയില്ല. ഞാനിങ്ങനെ ചോദിക്കും, ബാലസിംഹം പട്ടിണി കിടക്കുമോ? ബാലസിംഹം പട്ടിണി കിടക്കുമോ? ഇല്ല. എങ്ങനെ അറിയാം? നെഹൂം 2:12. നെഹൂം 2:12 എടുക്കണ്ട, ഇപ്പൊ എടുക്കാൻ പോയാൽ താമസിക്കും, ഒട്ടിയൊക്കെ ഇരിക്കുമായിരിക്കും. നെഹൂം 2:12 അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, സിംഹം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കടിച്ചു കീറിയതിനെ കൊണ്ട് തൻ്റെ ഗുഹകളെയും സിംഹികൾക്ക് വേണ്ടി ഞെക്കിക്കൊന്നതിനെ കൊണ്ട് തൻ്റെ ഗുഹധാരങ്ങളെയും നിറയ്ക്കും. അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, ബാലസിംഹം പട്ടിണി കിടക്കത്തില്ലെന്ന് നെഹൂം പ്രവാചകൻ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ 34 സങ്കീർത്തനം തിരുത്തി വായിക്കണം. പട്ടിണി കിടക്കാൻ സാധ്യതയില്ലാത്ത ബാലസിംഹം പട്ടിണി ും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. വഴിയടഞ്ഞ്, വാതിലുകൾ അടഞ്ഞ് ആരെങ്കിലും ഇന്ന് പകൽ എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അവൻ വഴി തുറക്കും. തുറക്കണമെങ്കിൽ തുറക്കുന്നവൻ ആരാണെന്ന് അറിയണം. തുറക്കണമെങ്കിൽ നമ്മുടെ നാളെയെക്കുറിച്ച് അവനിൽ ഉറപ്പുണ്ടാകണം. അവൻ തുറക്കുന്ന വഴിക്ക് 4 പ്രത്യേകത. 1, പറ, ആരും കാണാത്ത വഴി. 2, അടച്ചവരുടെ മുമ്പിൽ തുറക്കുന്ന വഴി. 3, ചോദ്യം ചെയ്യപ്പെടാത്ത വഴി. 4, നിൽക്കുന്നിടത്ത് തുറക്കുന്ന വഴി. കണ്ണുകൾ അടച്ചാട്ടെ, തലകൾ വണക്കിക്കാട്ടെ. ആരും തുറക്കാത്ത വഴിയും അടച്ചവരുടെ മുമ്പിൽ തുറക്കുന്ന വഴിയും ആരും ചോദ്യം ചെയ്യാത്ത വഴിയും നിൽക്കുന്നിടത്ത് തുറക്കുന്ന വഴിയുമുണ്ട് എന്ന് നമ്മൾ കേട്ട് സ്തോത്രം പറഞ്ഞ് പോകാൻ വരട്ടെ. ആരുടെയെങ്കിലും വഴി അടച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മോട് സ്വയം ഇന്ന് രാത്രി ഒന്ന് ചോദിക്കണം. ഇവിടെ ഇരുന്നും ലൈവിലൂടെ കേൾക്കുന്ന നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം.
ഒന്ന് ഞെരുങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ, ഒന്നൊതുങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ യേശുവിൻ്റെ മുമ്പിൽ ഇന്നും ആയിരങ്ങൾ വരില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആരും കണ്ണുകൾ തുറക്കരുത്. ശാന്തമായ മനസാക്ഷിയോട് ചോദിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ എന്തിനും വഴിമുടക്കുന്നവരല്ലേ? പ്രോജക്റ്റ് ഇട്ടാൽ അതിന് വഴിമുടക്കില്ലേ? പ്രവർത്തനങ്ങൾ ഇട്ടാൽ അതിന് വഴിമുടക്കില്ലേ? ക്രിസ്തു സാക്ഷ്യത്തിന് പങ്ക് വഹിക്കേണ്ട പലതിനും നമ്മൾ വഴിമുടക്കിയിട്ടില്ലേ? യേശുവിൻ്റെ മഹത്വം വിളങ്ങണ്ട എത്രയോ എത്രയോ ഇടങ്ങൾ വഴിമുടക്കിയിട്ടില്ലേ? ഞെരുങ്ങാൻ ഒരു മനസ്സുണ്ടോ? ഒന്ന് ഒതുങ്ങിക്കൊടുക്കാൻ മനസ്സുണ്ടോ? ഒന്ന് മാറിക്കൊടുക്കാൻ മനസ്സുണ്ടോ? പ്രിയപ്പെട്ടവരെ, വീണ്ടും പറയുന്നു, യേശുവിൻ്റെ മുമ്പിൽ സ്ഥലമുണ്ട്. യേശുവിൻ്റെ മുമ്പിൽ സ്ഥലമുണ്ട്. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നൊതുങ്ങിക്കൊടുക്കാൻ, ഒന്ന് ഞെരുങ്ങിക്കൊടുത്ത് ചിലരെയും കൂടെ കർത്താവിന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളുടെ ഭദ്രാസന കൺവെൻഷൻ്റെ പ്രഥമ രാത്രി യോഗത്തിൽ ഞങ്ങൾ കേട്ട സന്ദേശത്തിന് മുമ്പിൽ ഞങ്ങളെ വിനയപ്പെടുത്തുന്നു. ആര് കൈയൊന്നും ഉയർത്തണ്ട, ആരും എഴുന്നേക്കൊന്നും വേണ്ട. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം തമ്പുരാൻ നമ്മുടെ നടുവിലുണ്ട്. നിങ്ങൾ കണ്ണ് നിറഞ്ഞ് ഹൃദയം തുറന്നു പറയണം, കർത്താവേ, നിന്റെ മുമ്പിൽ ചിലരെ ഒന്ന് എത്തിക്കാൻ ഞാനൊന്ന് ഒതുങ്ങും, ഞാനൊന്ന് ഞെരുങ്ങും, ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. സ്ഥലമുണ്ട്, സ്ഥലമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മളെ ഏൽപ്പിക്കാം. ആരും തുറക്കാത്ത വഴി, ആരും പോയിട്ടില്ലാത്ത വഴി, ആരും കണ്ടിട്ടില്ലാത്ത വഴി തുറക്കുന്ന ദൈവം. ആരൊക്കെ നിന്റെ മുമ്പിൽ വഴി അടച്ചിട്ടുണ്ടോ, ആരെല്ലാം നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടോ, സഹോദരങ്ങളെ ആരെല്ലാം നിന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടോ, അവരുടെ മുമ്പിൽ തന്നെ തുറന്നിട്ടുള്ള വഴിയാണിത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ഇങ്ങനെ തുറന്നേന്ന് ആരും ചോദിക്കാത്ത വഴി, എന്തുകൊണ്ടാ തമ്പുരാനെ ആ വീട്ടിൽ ഇങ്ങനെ തുറന്നു കൊടുത്തതെന്ന്, എന്തുകൊണ്ടാ ദൈവമേ ആ വിശ്വാസിക്ക് ഇങ്ങനെ വഴി തുറന്നതെന്ന് ആരും ചോദ്യം ചെയ്യാത്ത വഴി. മാത്രമല്ല, നീ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ തുറക്കുന്നൊരു വഴി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ കാണേണ്ടവനെ കണ്ട് ഇത് രാവിലെ കടങ്ങിപ്പോകാം, ഏൽപ്പിച്ചു കൊടുക്കാം.